ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ പിന്നെ മണവാട്ടിൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കലാണ് കേട്ടോ. അതായത് ഓളെ ഡ്രസ്സൊക്കെ ഒന്ന് വാൾഡ്രോപ്പിൽ എടുത്ത് വെക്കാനുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് വെഡ്ഡിങ് വിശേഷങ്ങളായി കിട്ടോ വ്ളോഗിൽ കാണിക്കുക. ആർക്കും ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ വെഡ്ഡിങ് വരെയുള്ള വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. മഹർ എടുക്കാൻ പോയ വീഡിയോസ് ഉണ്ടായിനും, അതേപോലെ ഡ്രസ്സ് എടുക്കാൻ പോയതുണ്ടായിനും. അങ്ങനെ 2-3 വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനും. കാണാത്തവരുണ്ടെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പം ഞങ്ങളിതാ റൂമിലെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓളെ വീട്ടിലേക്ക് രാത്രി കൊണ്ടുപോകാനുള്ള ഡ്രസ്സും എടുത്ത് വെക്കണം. അതായത് ഓക്ക് കല്യാണത്തിൻ്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സും അതേപോലെ ഓളെ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഉണ്ടാവില്ല. അതായത് ഉപ്പ, ഉമ്മ, പിന്നെ സിസ്റ്റർ, ബ്രദർ, പിന്നെ വല്യമ്മ, അങ്ങനെ ഓൽക്കൊക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കല്ലോ. നമ്മളിങ്ങോട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ തലേന്ന് ഓൽക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതും നമുക്ക് സെറ്റാക്കാനുണ്ട്. അപ്പം എല്ലാം കൂടി എന്താ പറയുക ഒരുമിച്ചാട്ടോ വന്നിട്ടുണ്ടായിന്. കാരണം ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കണമല്ലോ. അതിൻ്റെ അടുക്ക് പണിക്കാരൊക്കെ ഉണ്ടായിനും. റൂമിൽ കർട്ടൻസ്, അതേപോലെ വാൾഡ്രോപ്പിൻ്റെ ഗ്ലാസ്സൊക്കെ വെക്കാൻ, അങ്ങനെയൊക്കെ ഒരുപാട് പണിയുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കേട്ടോ. അപ്പോൾ ഇന്ന് മെഹന്തി ഇടാനും വരുന്നുണ്ട്. നമ്മളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമ്മളൊരു വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നാട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ടായിന്, ഒരു കുട്ടീനെ. ആളിന്ന് വരും കേട്ടോ. അപ്പോൾ ഓള് വന്നാൽ കൈ ഫ്രീ ആക്കി വെക്കണമല്ലോ. അപ്പോഴേക്ക് ഇതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വീട്ടിലാണെങ്കിൽ മജ്ലിസുന്നൂറും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 9-10 മണിയൊക്കെ ആകുമ്പോൾ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ മെഹന്തി ഇട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഓല് പോയിട്ടിട്ടാൽ മതിയേനിന്ന് പിന്നെ വിചാരിച്ചിട്ടോ. കാരണം അത്ര സ്റ്റെയിൻ വന്നില്ല. കാരണം ഞങ്ങളെ ഫാൾട്ടാണ്, ഞങ്ങൾ അധികം വെക്കാത്തത് കൊണ്ടാണ് കേട്ടോ. മെഹന്തി ഇടാൻ വന്നോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 8 hours വെക്കണമെന്ന്. പക്ഷേ ഞങ്ങളൊരു 5 hours വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ തെറ്റാണ്, ഓല് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ നൈറ്റ് ഇട്ടിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് മോർണിംഗ് പോക്കിയാൽ നല്ല സ്റ്റെയിൻ വരും എന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടു. പിന്നെ ആൾക്ക് നൈറ്റ് വന്ന് മെഹന്തി ഇടാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടേന് പിന്നെ 3 മണിയൊക്കെ ആകുമ്പോൾ വന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അതും ഞാൻ അന്ന് രാവിലെ കേട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിന്. ഞാൻ എൻ്റെ ഒരു കസിന് മെഹന്തി ഇടും. അപ്പോൾ ഓളെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓക്ക് പെട്ടെന്ന് എന്തോ ഷോപ്പിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ഓക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ആരെയും കിട്ടുകയാണെങ്കിൽ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഓക്കൊരു ബുദ്ധിമുട്ടായി വരണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയൊക്കെ തപ്പി പിടിച്ച് ഒരു പേജ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന്. അതിൽ നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ കിട്ടിയതായാൽ ഓളെ വിളിച്ചപ്പോൾ പിന്നെ ഓള് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ കാര്യമായി. പക്ഷേ 3 മണിക്കിട്ട് ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പോക്കിയതുകൊണ്ട് സ്റ്റെയിൻ വന്നില്ല. ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഓള് കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോഴേക്ക് കുറച്ചൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വാൾഡ്രോപ്പ് ഉള്ളിൽ കുറച്ച് തൊടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോന്ന് ചർച്ച ചെയ്യാണ്. കാരണം ഇത് പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്ത് വെക്കാറുണ്ടോന്. അപ്പോൾ അതൊക്കെ അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്, വെക്കണോ, അത് അവിടെ വെക്കണോ ഇവിടെ വെക്കണോ എന്നൊക്കെ. പിന്നെ ശോഭികയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ അറ്റ്ലസിൻ്റെ ഈ ഒരു കവർ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്താണെന്നില്ലേ, അത് ഇവിടെ അറ്റ്ലസിൻ്റെ ഒരു ഷോറൂം കൊടുവള്ളി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ 999 വരെയുള്ള സംഭവങ്ങളാണല്ലോ. പിന്നെ അവിടെ ബെഡ്ഷീറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പം കുറച്ചധികം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. അത് നല്ല അഫോർഡബിൾ പ്രൈസിന് ഒരു 600-700 കിങ് സൈസ് ഇട്ടോ. നല്ല ഇതുണ്ടായിരുന്നു, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ. അപ്പോൾ അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ കവർ കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ്. ഞാനും ജാബിയും പിന്നെ ഓരോന്ന് ഇട്ട് നോക്കുകയാണ്. ഡ്രസ്സ് കണ്ടാൽ അങ്ങനെയാണല്ലോ നമ്മൾ ഒന്ന് വെച്ച് നോക്കും, ഇട്ട് നോക്കും, അങ്ങനെയൊക്കെ. ഇതൊക്കെ പാർട്ടി വെയർ 2 ഡ്രസ്സാട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. ഓക്ക് ഒന്ന് സൽക്കാരം അങ്ങനത്തേനും വെഡ്ഡിങ് അങ്ങനെ ഫങ്ഷൻസിനൊക്കെ പോകാൻ പറ്റിയ അങ്ങനെ 2 പാർട്ടി വെയർ ഡ്രസ്സസ്. അത് ആൾക്ക് അങ്ങനെ ഇഷ്ടമല്ലാന്ന് തോന്നിട്ടോ. ഓക്ക് അങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സിനോടൊന്നും സിമ്പിൾ ഐറ്റംസാന്ന് തോന്നുന്നു കൂടുതലും ഇഷ്ടം. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വാങ്ങിച്ചാട്ടോ ഇതൊക്കെ. പിന്നെ എനിക്കിങ്ങനെ കുറേ വർക്ക് കാര്യങ്ങൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഞാൻ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ പാർട്ടി വെയർ ആണെന്ന് മാറ്റി വെക്കുകയൊന്നുമില്ല. ഞാൻ ഇട്ട് മുതലാക്കൂട്ടോ. ഞാൻ അങ്ങനെ ഒരു ഇതാണ്. എല്ലാവരും പറയലുണ്ട് കേട്ടോ എന്നോട്. കഴിഞ്ഞ ഇതിൽ തന്നെ ഞാൻ എവിടെയോ പോയപ്പോൾ ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞ് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി വെയർ വാങ്ങിയാൽ ഇനി മുതലാക്കുക, കാരണം ഇട്ടും കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്തോ ഒരു സമാധാനക്കേടാട്ടോ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയാൽ എങ്ങനെയെങ്കിലും ഇതാവണം, പഴയതാവണം വരെയും ഞാൻ ഇട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചാലും അങ്ങനെ എടുത്ത് വെക്കലില്ല. ഇട്ട് ഞാൻ നന്നായിട്ട് മുതലാക്കും, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അങ്ങനെ വാൾഡ്രോബൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ബാക്കി ക്ലീൻ ചെയ്തില്ല. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ജാബി ഓരോന്ന് പിന്നെ ഒക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, പിന്നെ അയൺ ചെയ്യണ്ടല്ലോ, അതങ്ങനെ അങ്ങ് മടക്കി വെച്ചാൽ മതി. പിന്നെ ബെഡിൽ വിരിക്കാനുള്ള പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഓന് തന്നതതിന് കേട്ടോ. ബെഡ്ഷീറ്റല്ല, ബെഡ് കവർ. അപ്പോൾ അത് ആദ്യം ഇടാൻ വേണ്ടിയിട്ട് ഓൻ കൈ തന്നതതിന്. പിന്നെ നമുക്ക് അയൺ ചെയ്യാനുണ്ട്. അയൺ ചെയ്യാനുള്ളതൊക്കെ മുത്തിനോട് താഴെ പോയി എടുത്തു തരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് അയൺ ചെയ്തിട്ട് വേണം വാൾഡ്രോബിൽ ആ ഗ്ലാസ്സുള്ള ഭാഗത്ത് പാർട്ടി വെയർ ഡ്രസ്സസ് മാത്രം ഹാങ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ ജാബിനോട് പറഞ്ഞു ഞാൻ അയൺ ചെയ്ത് വരാം, ഈ മടക്കി വെച്ചു വിടുക പറഞ്ഞു. അങ്ങനെ ഓള് പിന്നെ ഓരോന്നിങ്ങനെ റെഡിയാക്കി എടുക്കാണ്ട്. അതിനൊക്കെ അവിടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓള് കണ്ണെടുത്താണ് ഓരോ സാധനം വെച്ചത്, അതുകൊണ്ട് പേടിയാണ്. ഓരോന്നും എടുത്ത് പൊട്ടിക്കും ആൾ. ഒന്നും എവിടെയും വെച്ചുവിടുക. പിന്നെ ഞാൻ കണ്ണൊക്കെ വെട്ടിച്ചാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ട് ആൾ ഞങ്ങൾ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മെഹന്തി ഇടാൻ പറഞ്ഞില്ലേ, മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഓളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി കേട്ടോ. നമ്മൾ പിന്നെ വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ലൊക്കേഷൻ ഇട്ട് കൊടുത്തിരിക്കണമെങ്കിലും ആൾക്ക് ഈ ഒരു ഏരിയ ഒന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയിനു. പിന്നെ അങ്ങനെ ഓളിനെ കോൾ ചെയ്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടോ. അതിന് ശേഷം പിന്നെ ഓള് വന്നത് അതിൻ്റെ ഓരോ തിരക്കിലായിപ്പോയി. പിന്നെ താഴെ അതിൻ്റെ അടുക്ക് പോകുന്നുണ്ട് ഗസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോൾക്ക് വെള്ളം ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മ ഉണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, എല്ലായിടത്തേക്കും ഒരാളെ കൊണ്ട് തന്നെ ആവില്ലല്ലോ. അപ്പോൾ ഹെൽപ്പിനായിട്ട് ഞാനും ജാബിയും അങ്ങനെയൊക്കെ പോകട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതും റെഡിയാക്കണം. ഇത് കുറച്ച് ലേറ്റ് ആകാൻ കാരണം തന്നെ പണിക്കാരുള്ളത് കൊണ്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മൈലാഞ്ചി ഇടാൻ വരുന്ന ഓള് വിളിച്ചപ്പോൾ പിന്നെ താഴേക്ക് പോയി. അവിടെ പോയി പിന്നെ ഓളെ കണ്ട് പിടിച്ച് വീട്ടിലെത്തിച്ചിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഓൾക്ക് ജ്യൂസൊക്കെ കലക്കി കൊടുത്ത് അതിന് ശേഷം പിന്നെ ഓള് പിന്നെ മൈലാഞ്ചി ഇടാൻ തുടങ്ങിട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യാണ് കൊടുത്തത്, കാരണം ഞാൻ വേഗം ഇട്ടാൽ ബാക്കിയുള്ള പണി എനിക്ക് മെല്ലെ എടുക്കാമല്ലോ. അപ്പോൾ ജാബി അതിൻ്റെ അടുക്ക് ഓള് മടക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ വിചാരിച്ചത്, വലിയതായിട്ടൊന്നും ഇടുന്നില്ല. പക്ഷേ ഞാൻ ഡിസൈൻ പറഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഹെവി ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ 2 കയ്യിലും പുറം ഭാഗത്താട്ടോ ഇട്ടത്, ഉള്ളിൽ ഞാൻ ഇട്ടില്ല കേട്ടോ. എനിക്ക് ഉള്ളിലിട്ടുന്ന ഇഷ്ടമല്ലേ. അപ്പോൾ നെയിൽക്കോൺ ഞാൻ ചോദിച്ചിട്ടുണ്ടായി, നെയിൽക്കോൺ ഓളെടുത്തില്ല, സ്റ്റോക്ക് തീർന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നെയിൽ പിന്നെ വാങ്ങിച്ചില്ല, എടുത്തിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇൻ്റെതൊക്കെ കഴിഞ്ഞ് ശേഷം ജാബിൻ്റെ തുടങ്ങിട്ടോ. ജാബി വേറെ ഡിസൈനാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓളത്. പക്ഷേ ഓളത് കുറച്ച് സ്റ്റെയിൻ വന്നില്ല, ഓറഞ്ച് കളറായിപ്പോയി. ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ ഞങ്ങൾക്ക്, കാരണം ഇത്രയും നല്ലൊരു മൈലാഞ്ചി ഡിസൈന് റെഡ് ആയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ മിനൻ്റെതാട്ടോ ഇത്, മിനൻ്റെ ഒരു സിമ്പിളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മൈലാഞ്ചി കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓള് പറഞ്ഞ് കുറച്ച് ലെമൺ ജ്യൂസ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, ഇങ്ങനെ ഷുഗറൊക്കെ ഇട്ടിട്ട് ഒരു ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു എന്താ പറയുക സിറപ്പ്. അപ്പോൾ അത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ടിഷ്യൂവിൽ എന്നാൽ ഓൾ തന്നെ ആക്കി തന്നിട്ടോ. എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട്, എനിക്ക് ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, സൗണ്ടൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, അങ്ങനെ ലെമൺ സിറപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ അതൊക്കെ ടച്ച് ചെയ്ത് തന്നാൽ പിന്നെയും ഉണങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അടക്കി പെറുക്കി വെക്കുക, ബാക്കിയും കൂടി ഇതിങ്ങനെ നിരത്തിയിട്ടാൽ ശരിയാവില്ലല്ലോ, കാരണം ആൾക്കാരൊക്കെ റൂം കാണാൻ വരുന്നുണ്ട്, പിന്നെ വീട് കാണാൻ, പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ അലങ്കോലാക്കി വെക്കാൻ ശരിയാവില്ല, കാരണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം വാരി വലിച്ചിടും. അപ്പോൾ ഇത് വേഗം സെറ്റാക്കണം എന്നുള്ളൊരിതായി. അങ്ങനെ പിന്നെ ഉണങ്ങിയ സമയത്ത് ഞാൻ വേഗം എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മജ്‌ലിസുന്നൂറുണ്ടല്ലോ, അത് 9:10 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോഴേക്ക് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി വെക്കണം. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ 10-25 ആളുണ്ട്. അപ്പോൾ അതിനുള്ള മന്തിയും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഫുഡ് വെക്കാനെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കൂല, കാരണം എല്ലാം കൂടെ കഴിയൂലല്ലോ. അതുകൊണ്ട് അത് പുറത്തുനിന്ന് ആക്കിയതാണ്. പിന്നെ അത് ഓളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ
പെട്ടിയിലാക്കി വെക്കുകയാണ്. ഓളമ്മൻ്റെതും അതേപ്പാൻ്റെ ഡ്രസ്സ്, പിന്നെ ഓളെ ഏട്ടത്തിൻ്റെ ഡ്രസ്സ്, അനിയൻ്റെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വെക്കുകയാണ്. അതിൻ്റെ അടുക്ക് നമ്മളെ ഡ്രസ്സും ഇതിലുണ്ട് കേട്ടോ. കാരണം ബില്ലിങ് വന്നപ്പോൾ സെപ്പറേറ്റ് അല്ല ഒരു ബില്ലടിച്ച്, എല്ലാം കൂടി പാർട്ടി വെയർ തന്നെ ഒരു ബോക്സിൽ, അതേപോലെ ജെൻസിനുള്ള ടീഷർട്ട്, ഷർട്ട്, പാൻറ്റ് എല്ലാം മിക്സ്ഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബെഡ്മേലാടെ നിരത്തിയിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി എടുത്തതാണ്. അപ്പോൾ പിന്നെ എന്തേനും മുത്തിൻ്റെ അടുത്ത് തലേന്നിടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തത് ഇതേ പാറ്റേണിലായിരുന്നു. പിന്നെ ആമിൻ്റെ അനിയനും വേണ്ടിയിട്ട്, അനിയൻ്റെ അല്ല ഏട്ടത്തിൻ്റെ മോന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ എന്നോട് സൈസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അങ്ങനെ ഓരോ പാറ്റേണിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പിന്നെ അനിയൻ വന്നൊക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഒരു സെപ്പറേറ്റ് ആക്കി തന്നെയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഇനിയല്ലോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയതുകൊണ്ട് ഇതൊന്നും തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ ആക്കി. പിന്നെ അതായി ഈ ഡ്രസ്സോളം ഉമ്മേൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അത് നല്ലൊരു കളറായിന്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കളർ. എനിക്ക് ഇങ്ങനത്തെ കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് കളറാണ് കൂടുതലും എനിക്കുള്ളത്, ലൈറ്റ് കളർ കുറവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡാർക്ക് കളറിനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഓരോന്നും. പിന്നെ അതിൻ്റെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ പിന്നെ ഒഴിവാക്കണം. അങ്ങനെ ഓരോന്നും നോക്കി ചെയ്യണം. പിന്നെ ജാബി അതിൻ്റെ അടുക്ക് എവിടെ പോയെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ ഒറ്റ കാണില്ല. ഓള് മൈലാഞ്ചി ഇടാന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണല്ലോ അല്ലേ? ഓള് മറ്റേ കയ്യിൽ ഇടാൻ വേണ്ടി നിന്നെടുക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ദുവക്കും ഇഷൂട്ടിക്കും ഒന്നും മൈലാഞ്ചി ഇട്ടില്ല. കാരണം ഓൾക്ക് ഈ ഓർഗാനിക് ഹെന്ന ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു 8 hours എങ്കിലും നമ്മളിങ്ങനെ വെക്കണം. അപ്പോൾ കുട്ടികളായതുകൊണ്ട് ഓല് നിൽക്കൂല. അപ്പോൾ ഞാനും ജാബിയും പറഞ്ഞു ഓൾക്ക് ഇടാത്ത നല്ല, ഓൾക്ക് ബിഗ് ഇട്ട് വാങ്ങിയിട്ട് പെട്ടെന്ന് ചോക്കണതേ ഓൾക്ക്. അങ്ങനെ ഏകദേശം എല്ലാം പെട്ടിയിലാക്കി കഴിഞ്ഞു കേട്ടോ. ഒക്കെ സെറ്റാക്കി. ഇനി റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് ടാഗും അതേപോലെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എടുത്ത് വെക്കാൻ, പിന്നെ എന്താ പറയുക, ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അത് ഓരോന്നും അടക്കി പെറുക്കി വെക്കണം. നല്ല ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം നല്ലോണം വേണം. അങ്ങനെ അതൊക്കെ ഏതായാലും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ കയ്യിലുള്ള മൈലാഞ്ചിൻ്റെ ഓരോ മൈലാഞ്ചികളും ഇങ്ങനെ തൊഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും ഞാനൊരു 5 hours വെച്ചതുകൊണ്ട് കുറച്ച് സ്റ്റെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി വെച്ചിനെങ്കിൽ നല്ല സ്റ്റെയിൻ വരുമായിരുന്നു. ജാബിൻ്റെ ഓള് കുറച്ച് വെച്ചിനു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇഷൂട്ടിക്ക് എന്തോ ടോയ്ലറ്റ് പോകേണ്ട എന്തോ ഒരു കേസ് വന്നപ്പോൾ പിന്നെ ഫുള്ള് നനഞ്ഞ് പിന്നെ ഉണങ്ങുന്നില്ല ഓളത്. അപ്പോൾ പിന്നെ ഓളങ്ങ് കേൾക്കാഞ്ഞിട്ടോ. പക്ഷേ ഇത് ഒഴിവാക്കിയപ്പോഴാണ് ഒരു ഓറഞ്ച് കളറിലായിപ്പോയി. ഭയങ്കര ഇതായിപ്പോയി കേട്ടോ. കാരണം കളറ് വന്നില്ല, നമുക്കൊരു സങ്കടമാണല്ലോ. അങ്ങനെ ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കിയൊക്കെ വെച്ച് ഇനി അടിച്ചു വരാൻ പോവാണ്. ഇനി ബാക്കി ഇനിയൊന്നും സെറ്റാക്കാനൊന്നുമില്ല. ഏകദേശം എല്ലാം കഴിഞ്ഞ് ഇനി ബെഡിലൊന്ന് കവറിടാനും അതേപോലെ ബെഡ്ഷീറ്റ് വിരിക്കാനും ഉണ്ട് കേട്ടോ. അതും കൂടി ചെയ്താൽ കഴിഞ്ഞു. ഇനി നമുക്കിതാ വെഡ്ഡിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വെഡ്ഡിങ് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോസിലൊക്കെ വരുന്നത്. ഞാൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു 2-3 മാസം ഇതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ റെയറായിട്ട് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്നൊക്കെ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഞാൻ കല്യാണമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കാരണം, റീസൺസ് ഇതാണ്. വെഡ്ഡിങ്ങിൻ്റെ അന്നിടുന്ന ഡ്രസ്സ് അവിടെ പേക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് കൊടുക്കാനുള്ളതാണ് തലേന്ന് കൊണ്ടുപോകുമ്പോൾ. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളും ഒക്കെ റെഡാക്കി വെച്ച്, കാരണം നമുക്ക് മറന്നു പോവല്ലോ. പിന്നെ മറവി സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം കാണുന്ന രീതിയിലെല്ലാം അവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒക്കെ സെറ്റാക്കി വെച്ചു. ഇനി റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ പോകാൻ. ഇതിനിടയ്ക്ക് ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളും കടലാസുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ പുറത്തേക്കിട്ട് ജാബിയൊക്കെ എടുത്ത് കൊണ്ടുപോവാണ്. ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് വെഡ്ഡിങ് വിശേഷങ്ങളാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പാക്കി. അങ്ങനെ ജാബി താഴെ പോയിട്ട് ചൂലും പിന്നെ ഒക്കെ എടുത്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അടിച്ച് വാരിയൊക്കെ ഒന്ന് റൂമൊക്കെ വേഗം തന്നെ സെറ്റാക്കി വെച്ച്. ഇനിയിപ്പോൾ അവർ വരും, മജ്ലിസുന്നൂർ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിപ്പോൾ വരും കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഓൾക്ക് ചായ വെള്ളമൊക്കെ കൊടുത്ത്
അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.